നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അഞ്ജിത വെറുതെ ഒന്നും അല്ലല്ലോ ആ പയ്യന്റെ പിന്നാലെ ചുറ്റുന്നത്. അവളുടെ ഉള്ളില് അയാളോട് കടുത്ത പ്രേമാണ്. അതെനിക്ക് വ്യക്തമാണ്. അഞ്ജിത ഇങ്ങനെ വിട്ടാ അവളുടെ പ്രേമം നോക്കും, അതവളുടെ തലയ്ക്ക് പിടിക്കും. അത് പിന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. മോനെ വേണ്ട മധുരം ഞാൻ തരാം. സുലോചന ആന്റി പറഞ്ഞത് വാസ്തവാണ്. എന്റെയും ഗോപികയുടെയും വിവാഹം നടത്തുന്നതിന് മുൻപ് അഞ്ജിതയുടെ കല്യാണക്കാരിയായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് തന്നെയാണ് നല്ലത്. നീ എന്താ മോളെ പറയുന്നത്? നിന്റെയും ഗോപിയുടെയും കല്യാണം നടത്തുന്നതിന് മുമ്പ് എങ്ങനെ അഞ്ജിതയുടെ കല്യാണം ആലോചിക്കുന്നു? അഞ്ജിതയുടെ കല്യാണം ഉടനെ നടത്തണം മുത്തശ്ശ. അതെന്താ അഞ്ജിതയുടെ കല്യാണം നടത്താൻ നിനക്ക് എത്ര എപ്പോഴാണ്? മുത്തശ്ശനോടായതുകൊണ്ട് പറയാലോ. അവള് ഈയിടെയായിട്ട് ഇത്തിരി വഴിതെറ്റി പോവാണെന്നൊരു സംശയം. കാരണം ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഋഷി ഉണ്ടല്ലോ, അയാൾ എന്റെ സ്കൂളിലെ മെയിൻ കറസ്പോണ്ടന്റായ ജാനകി മാഡത്തിന്റെ മകനാണ്. ഇപ്പൊ ആ പയ്യന്റെ പിന്നാലെ കറങ്ങി നടക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ അഞ്ജിതയുടെ പ്രധാന പണി. അത് നീ എങ്ങനെ മനസ്സിലാക്കി? ഞാനതൊക്കെ മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതൊക്കെ വഴിയെ പറയാം. എന്നിട്ട് അവളുടെ ഈ നീക്കം വല്ലാത്ത അപകടത്തിലേക്കാണ് നീങ്ങുന്നത് മുത്തശ്ശ. അഞ്ജിത വെറുതെ ഒന്നും അല്ലല്ലോ ആ പയ്യന്റെ പിന്നാലെ ചുറ്റുന്നത്. അവളുടെ ഉള്ളില് അയാളോട് കടുത്ത പ്രേമാണ്. അതെനിക്ക് വ്യക്തമാണ്. അഞ്ജിത ഇങ്ങനെ വിട്ടാ അവളുടെ പ്രേമം നോക്കും, അതവളുടെ തലയ്ക്ക് പിടിക്കും. അത് പിന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേരെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി കല്യാണ ആലോചനയായിട്ട് ഭാവിയിൽ ആ ചെക്കന്റെ വീട്ടുകാരെ സമീപിക്കും. ഋഷിയുടെ കുടുംബം എവിടെ നിൽക്കുന്നു, നമ്മുടെ കുടുംബം എവിടെ നിൽക്കുന്നു? അജഗജാന്തര വ്യത്യാസം ഇരു കൂട്ടരുടെയും കുടുംബങ്ങൾ തമ്മിലുണ്ട്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ വെക്കുന്ന പ്രപ്പോസൽ അവർ നിഷേധിക്കാനാണ് സാധ്യത. അങ്ങനെ റിജക്ട് ചെയ്താൽ എന്തായിരിക്കും അഞ്ജിതയുടെ അവസ്ഥ? അത് വളരെ പരിതാപകരമായിരിക്കും. അവൾക്ക് താങ്ങാനകത്ത വിഷമം ഉണ്ടാവും മുത്തശ്ശ. ആ വിഷമം ഉണ്ടാതിരിക്കാൻ വേണ്ടിയാ അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ പറയുന്നത്. അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം മുത്തശ്ശ, അതാ നല്ലത്. കാര്യങ്ങളൊക്കെ ശരി തന്നെ, എന്നാലും നിങ്ങളെ രണ്ടാളെ നിർത്തിക്കൊണ്ട് അഞ്ജിതയുടെ കല്യാണം നടത്തുക എന്ന് വെച്ചാൽ ശ്രീകലിയാണോ മോളെ? അതെ മുത്തശ്ശ. ആ അമ്മേ. മോളെ ഞാൻ മാത്രല്ല, മുത്തശ്ശനും ഉണ്ട് ഇവിടെ. മുത്തശ്ശ. അച്ഛാ. മോളെ. അല്ല, എന്താ മുത്തശ്ശനും മോളും കൂടി ഒരു വർത്താനം? ഞങ്ങള് അഞ്ജിതയുടെ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അല്ല, അതെന്താ ഇപ്പൊ അവളുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നേ? ഇവളുടെയും ഗോപികയുടെയും കല്യാണം കഴിഞ്ഞ ശേഷം അവളുടെ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ച പോരെ? എങ്ങിട്ടാ മുത്തശ്ശ. അമ്മേ അത് പോരാ. അതെന്താ കാര്യം? പറയാം. ഇതാണോ അവസ്ഥ? കഷ്ടമായി പോയല്ലോ. അല്ല, ഇതാണ് അവസ്ഥയെങ്കിൽ ദേവിക മോള് പറയുന്നത് തന്നെയാ ശരി. അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം.
ഇനി ഒന്നും നോക്കാനില്ല. അഞ്ജിതയുടെ കല്യാണക്കാരിയായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാ നല്ലത്. അമ്മയ്ക്കും കാര്യം മനസ്സിലായി. ആ, നീ ഒന്ന് അച്ഛന് ഫോൺ കൊടുത്തേ. ആ മുത്തശ്ശ. അച്ഛാ, അഞ്ജിതയുടെ കല്യാണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം ഇതാണെങ്കിൽ നിങ്ങൾ പറയുന്നവർ ചെയ്യാം. ശരി അച്ഛാ. ശരി മോളെ. ഋഷിയ എവിടെയാ? ഓ, ഓഫീസിലാണോ? കാണണമെന്നോ? ഇപ്പൊ എങ്ങനെ കാണുക? അല്ലെങ്കിൽ എപ്പോഴും കണ്ടാലും ശരിയാവില്ല. എന്താ പറഞ്ഞ? അതൊന്നും ഇപ്പൊ വേണ്ട. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഋഷിയേട്ടാ. അതല്ലേ നല്ലത്. ഓ, ഇപ്പോഴും ഞാൻ അയ്യോ, അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ ചെയ്ത എനിക്ക് നാണം വരും. വേണ്ടെന്ന്, കല്യാണം കഴിയട്ടെ. ഋഷിയേട്ടൻ ഒന്ന് വെയിറ്റ് ചെയ്യും. എത്രയൊക്കെ ആയില്ലേ? ഇനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ കുഴപ്പം. എന്താടി, എന്താ നിന്റെ ഭാവം? എന്നെ വട്ട പിടിപ്പിക്കാനാണോ ഈ അഭിനയൊക്കെ എന്റെ മുന്നിൽ കാണിക്കുന്നത്? എന്നാ മോള് കേട്ടോ, ഈ വക അഭ്യാസം ഒന്നും വേണ്ട. അതൊന്നും ഏക്കില്ല. നീയേ ഇപ്പൊ ഋഷിയോടല്ല സംസാരിച്ചെന്ന് എനിക്ക് വ്യക്തമായി. ഞാൻ നോക്കട്ടെ. കോൾ ഹിസ്റ്ററിയിൽ കാണുന്നില്ലല്ലോ. അപ്പൊ ഇത് വേറെ ഡ്രാമയാണ്. എന്റെ പൊന്നു മോളെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഋഷിയോട് അടുക്കാൻ ശ്രമിക്കുന്നത് ഒരു പാഴ്വേല മാത്ര. ഋഷി നിന്നോട് ഒരു കാരണവശാലും അടുക്കില്ല. അത്രയ്ക്ക് പ്രണയത്തിലാ ഞാനും ഋഷിയും. നോക്ക്, എനിക്കും ഋഷിക്കും തമ്മിൽ ഒരു കാരണവശാലും പിരിയാൻ സാധിക്കില്ല. മാത്രമല്ല, നീ എന്നല്ല ആര് വിചാരിച്ചാലും സാധിക്കില്ല. അതുകൊണ്ട് എന്റെ പൊന്നു മോള് ഇത്രയും നാണം കെട്ട രീതി സംസാരിക്കേണ്ട കാര്യമില്ല. പിടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.